ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ഭൂമി മുഴുവനും ഒരേ ഭാഷയും ഒരേ പദാവലിയുമായിരുന്നു. അക്കാലത്ത് കിഴക്ക് നിന്ന് പുറപ്പെട്ടവർ ഷീനാർ ദേശത്ത് ഒരു സമതലം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, വരുവിൻ, നമുക്ക് ഇഷ്ടികയുണ്ടാക്കി തീയിൽ ചുട്ടെടുക്കാം. അങ്ങനെ അവർക്ക് ഇഷ്ടിക കല്ലിന് പകരവും കീല് കുമ്മായത്തിന് പകരവുമായി. അവർ തുടർന്ന് പറഞ്ഞു, വരുവിൻ, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും പണിത് നമുക്കായി പേര് സമ്പാദിക്കാം. അതല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിതറിപ്പോകും. മനുഷ്യമക്കൾ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് പറഞ്ഞു, നോക്കൂ, ഒരു ജനതയും അവർക്കെല്ലാം ഒറ്റ ഭാഷയും. ഇത് അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കം മാത്രം. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. വരുവിൻ, നമുക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ വെച്ച് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം കുഴച്ചുമറിക്കാം. അങ്ങനെ കർത്താവ് അവരെ അവിടെ നിന്ന് ഭൂമുഖത്തെങ്ങും ചിതറിച്ചു. അതോടെ അവർ പട്ടണം പണിയുന്നത് ഉപേക്ഷിച്ചു. ഭൂമിയിൽ ആകെയുള്ള ഭാഷ കർത്താവ് അവിടെ വെച്ച് കുഴച്ചു മറിച്ചതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത്. അവിടെ നിന്നാണ് കർത്താവ് അവരെ ഭൂമുഖത്താകെ ചിതറിച്ചത്. ഇതാണ് ഷേമിന്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ പ്രളയത്തിന് ശേഷം 2-ാം വർഷം അവൻ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. അർപ്പക്ഷാദിന്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 35 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ഷേലാഹിനെ ജനിപ്പിച്ചു. ഷേലാഹിന്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് 403 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 34 വയസ്സായപ്പോൾ ഏബർ പേലഗിനെ ജനിപ്പിച്ചു. പേലഗിന്റെ ജനനത്തിന് ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ പേലഗ് റവൂവിനെ ജനിപ്പിച്ചു. റവൂവിന്റെ ജനനത്തിന് ശേഷം പേലഗ് 209 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 32 വയസ്സായപ്പോൾ റവു സെരൂഗിനെ ജനിപ്പിച്ചു. സെരൂഗിന്റെ ജനനത്തിന് ശേഷം റവു 207 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ സെരൂഗ് നാഹോറിനെ ജനിപ്പിച്ചു. നാഹോറിന്റെ ജനനത്തിന് ശേഷം സെരൂഗ് 200 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 29 വയസ്സായപ്പോൾ നാഹോർ തേരാഹിനെ ജനിപ്പിച്ചു. തേരാഹിന്റെ ജനനത്തിന് ശേഷം നാഹോർ 119 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 70 വയസ്സായപ്പോൾ തേരാഹ് അബ്രാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഇവയാണ് തേരാഹിന്റെ വംശാവലി. തേരാഹ് അബ്രാമിനും നാഹോറിനും ഹാരാനും ജന്മം നൽകി. ഹാരാൻ ലോത്തിന് ജന്മം നൽകി. ഹാരാൻ തന്റെ പിതാവായ തേരാഹിന് മുമ്പേ ജന്മനാടായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു. അബ്രാമിന്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ ഹാരാന്റെ മകളായിരുന്നു. ഹാരാൻ മിൽക്കായുടെയും ഇസ്കായുടെയും പിതാവായിരുന്നു. സാറായി വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. തേരാഹ് തന്റെ മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും
അബ്രാമിന്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും കൂട്ടി അവരോടുകൂടെ കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കാൽനടയായി പുറപ്പെട്ട് ഹാരാൻ വരെ എത്തി. അവിടെ അവർ വാസമുറപ്പിച്ചു. തേരാഹിന്റെ ആയുസ് 205 വർഷമായിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്ത് നിന്നും സഹചര്യയിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ ശ്രേഷ്ഠമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് തന്നോട് പറഞ്ഞതനുസരിച്ച് അബ്രാം പോയി. ലോത്തും അവനോടൊപ്പം പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും തങ്ങൾ നേടിയ മുഴുവൻ സമ്പത്തും ഹാരാൻ ദേശത്ത് തങ്ങൾ സംഘടിപ്പിച്ച ആളുകളെയും കൂടെ കൂട്ടി. അനന്തരം കാനാൻ ദേശത്തേക്ക് പോകാൻ അവർ യാത്രയായി. അങ്ങനെ അവർ കാനാൻ ദേശത്ത് വന്നു ചേർന്നു. അബ്രാം ആ നാട്ടിലൂടെ സഞ്ചരിച്ച് ഷെക്കേം പ്രദേശം വരെ മോറയിലെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് ആ ദേശത്തുണ്ടായിരുന്നത് കാനാൻകാരാണ്. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. ബേഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി കൂടാരമടിച്ചു. അവിടെ കർത്താവിന് ഒരു ബലിപീഠം പണിത് അവൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗബിന് നേരെ പടിപടിയായി യാത്ര ചെയ്തു. ആ നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി. അവിടെ കടുത്ത ക്ഷാമമായിരുന്നതിനാൽ അബ്രാം തൽക്കാലവാസത്തിന് ഈജിപ്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഈജിപ്തിനെ സമീപിച്ച് അതിൽ പ്രവേശിക്കാറായപ്പോൾ അവൻ ഭാര്യ സാറായിയോട് പറഞ്ഞു, ഇതാ നീ കാണാൻ അഴകുള്ള സ്ത്രീയാണെന്ന് എനിക്കറിയാം. ഈജിപ്തുകാർ നിന്നെ കാണുന്ന മാത്രയിൽ ഇവൾ അവന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് എന്നെ കൊന്നിട്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കും. നീ മൂലം എനിക്ക് നല്ലത് സംഭവിക്കേണ്ടതിന് നീ എൻ്റെ സഹോദരിയാണെന്ന് തന്നെ പറയണം. അങ്ങനെ നീ മൂലം എൻ്റെ പ്രാണൻ നിലനിൽക്കും. അബ്രാം ഈജിപ്തിൽ പ്രവേശിച്ചപ്പോൾ ഈജിപ്തുകാർ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. കാരണം അവൾ അതീവ സുന്ദരിയായിരുന്നു. ഫറവോയുടെ പ്രഭുക്കന്മാർ അവളെ കാണുകയും അവളെക്കുറിച്ച് ഫറവോയോട് വർണ്ണിച്ചു പറയുകയും ചെയ്തു. ആ സ്ത്രീ ഫറവോയുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു. അയാൾ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി. അങ്ങനെ അവന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും പരിചാരകന്മാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ലഭിച്ചു. പക്ഷേ കർത്താവ് അബ്രാമിന്റെ ഭാര്യ സാറായിയെ പ്രതി ഫറവോയെയും കുടുംബത്തെയും മഹാബാധകളാൽ പ്രകരിച്ചു. ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കത്തക്ക വിധം നീ എന്തിനാണ് അവൾ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞത്? ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ അവനെക്കുറിച്ച് ആളുകൾക്ക് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയെയും അവന് സ്വന്തമായി ഉണ്ടായിരുന്ന സകലത്തോടും കൂടെ പറഞ്ഞുവിട്ടു. 10-ാം സങ്കീർത്തനം. കർത്താവേ, എന്തുകൊണ്ടാണ് അങ്ങ് ദൂരത്ത് നിൽക്കുന്നത്? ദുരിത നേരങ്ങളിൽ മറിഞ്ഞിരിക്കുന്നതും ദുഷ്ടൻ ഗർവോടെ പാവപ്പെട്ടവനെ ആട്ടിപ്പായിക്കുന്നു. അവർ നിരൂപിച്ച കെണിയിൽ അവർ തന്നെ പിടിക്കപ്പെടട്ടെ. എന്തെന്നാൽ ദുഷ്ടൻ ആത്മാഭിലാഷത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു. അവൻ നേട്ടം കൊയ്യുന്നവനെ അഭിവാദ്യം ചെയ്ത് കർത്താവിനെ പുറന്തള്ളുന്നു. അഹങ്കാരപ്രമത്തനാകയാൽ ദുഷ്ടൻ അവിടത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവന്റെ വിചാരങ്ങളെല്ലാം.
അവന്റെ മാർഗങ്ങൾ എല്ലാ നേരവും വിജയിക്കുന്നു. അങ്ങയുടെ ന്യായവിധികൾ അവനിൽ നിന്ന് ഏറെ ഉയരത്തിലാണ്. തന്റെ എതിരാളികൾക്കെല്ലാം എതിരെ അവൻ ചീറ്റുന്നു. അവൻ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ കുലുങ്ങുകയില്ല. തലമുറ തലമുറകളിൽ എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ല. ശാപവും വഞ്ചനയും മർദ്ദനവും കൊണ്ട് അവന്റെ വായ് നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവുമാണ്. അവൻ ഗ്രാമങ്ങളുടെ ഒളിസ്ഥാനത്തിരിക്കുന്നു. ഒളിയിടങ്ങളിൽ അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ നിസ്സഹായനു വേണ്ടി നോക്കിയിരിക്കുന്നു. അഗതിയെ പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു. അഗതിയെ തന്റെ വലയിൽ കുടുക്കിയിട്ട് അവൻ പിടികൂടുന്നു. കുറ്റിക്കാട്ടിൽ സിംഹത്തെ പോലെ അവൻ പതിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് പമ്മിക്കിടക്കുന്നു. അവന്റെ ശക്തന്മാർ മൂലം നിസ്സഹായർ നിലംപതിക്കുന്നു. അവൻ മനസ്സിൽ പറയുന്നു, തമ്പുരാൻ എല്ലാം മറന്നു കളയുന്നു. തന്റെ മുഖം മറച്ചിരിക്കുന്നു, അവിടുന്ന് ഒരിക്കലും കാണുന്നില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. ദൈവമേ, കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ. എന്തിനാണ് ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അങ്ങ് ചോദ്യം ചെയ്യുകയില്ലെന്ന് ഹൃദയത്തിൽ പറയുന്നതും? അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. കഷ്ടപ്പാടും വിഷമവും അങ്ങ് ഉറ്റുനോക്കുന്നുമുണ്ട്. അങ്ങയുടെ കരം കൊണ്ട് പകരം വീട്ടാൻ തന്നെ. നിസ്സഹായൻ അങ്ങേപ്പക്കൽ തന്നെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. അനാഥന് അങ്ങാണല്ലോ സഹായകൻ. ദുഷ്ടന്റെയും നീചന്റെയും ഭുജം തകർക്കണമേ. അങ്ങേക്ക് കൂടുതലായൊന്നും കണ്ടെത്താനില്ലാത്ത വിധം അവന്റെ ദുഷ്ടത അങ്ങ് തിരയണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോയി. കർത്താവെ, പീഡിതരുടെ അഭിലാഷം അങ്ങ് കേൾക്കുന്നു. അങ്ങ് ചെവി ചായ്ച്ച് അവരുടെ ഹൃദയം ഉറപ്പിക്കുന്നു. അനാഥനും മർദ്ദിതനും അങ്ങ് ന്യായം നടത്തിക്കൊടുക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ മേലിൽ അവരെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ തന്നെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമിയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ ജനതകളുടെ അടുത്തേക്ക് പോകരുത്. സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടിയിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ എടുക്കരുത്. കാരണം വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ അർഹതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു.
ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ ചമ്മട്ടി കൊണ്ടടിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് വലിച്ചിഴക്കപ്പെടും. അവിടെ അവരുടെയും ജനതകളുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യമാകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പലായനം ചെയ്യുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഓടിത്തീർക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല, ഭൃത്യൻ യജമാനനേക്കാളും. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബേൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. കാരണം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും എന്നാൽ ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവീൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിലക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ വന്നത് സമാധാനമല്ല, പിന്നെയോ വാൾ കൊണ്ടുവരാനാണ്. എന്തെന്നാൽ ഒരു മനുഷ്യനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശത്രുക്കൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും. പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. പുത്രനെയോ പുത്രിയെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കും. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.